അപ്പോൾ ഫണ്ട് എല്ലാവർക്കും വേണം, ഈ രണ്ട് സർക്കാരുകൾക്കും ഫണ്ട് വേണം, പക്ഷേ അവിടെ കാവ്യവൽക്കരണമാണെന്ന് ഉറക്കെ പറയുകയും വേണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ പണിക്കർ, അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. പക്ഷേ ലീഗ് ഇതിൽ എതിർപ്പ് ഉന്നയിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അറബിക്കടലിൽ തള്ളണമെന്നൊക്കെ വീരവാദം മുഴക്കിയതാണ്. PM ശ്രീയെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വന്നിരിക്കുകയാണല്ലോ. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ PM ശ്രീയിൽ ഇനി അവശേഷിച്ചിരിക്കുന്ന 10 മാസം മാത്രമാണ്. അപ്പോൾ ഈ 10 മാസം കൊണ്ട് ഈ പറയുന്ന ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്യുക, അവയ്ക്ക് ആവശ്യമായ പണം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക, ഇതൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതിയുടെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ എത്ര സമയം പിടിക്കും? അപ്പോഴേക്കും ഈ PM ശ്രീ പദ്ധതിയുടെ കാലാവധിയും കഴിയും. പിന്നെ എന്താണ് ഇപ്പോൾ ഇത് തുടരാം എന്ന രീതിയിലേക്ക് തീരുമാനം വരുവാൻ കാരണമായിട്ട് താങ്കൾ കാണുന്നത്? അത് LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണോ? CPM പ്രത്യേകിച്ച് നിങ്ങളങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തുടരേണ്ടി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് LDF തലയിലിടുവാനുള്ള, പ്രത്യേകിച്ച് CPM? ശ്രീ മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് സത്യസന്ധമായിട്ട് കേരളീയ പൊതുസമൂഹത്തിനോട്, പ്രത്യേകിച്ച് തങ്ങൾക്ക് വോട്ട് നൽകിയിരിക്കുന്ന ജനങ്ങളോട് ബോധിപ്പിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം UDF കോൺഗ്രസിനുണ്ട്. അത് അവർ നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിമർശനം. കാരണം PM ശ്രീയെ എന്തുകൊണ്ടാണ് ഇവർ നേരത്തെ എതിർത്തിരുന്നത് എന്നതിനെക്കുറിച്ച് ഇവർ പറയണം. പ്രത്യേകിച്ച് ലീഗ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. ലീഗിനാണ് PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ ഏറ്റവും വലിയ എതിർപ്പുണ്ടായിരുന്നത്. ലീഗ് തന്നെയാണ് ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ള ഒരു പോർട്ട്ഫോളിയോ, പൊതുവിദ്യാഭ്യാസം, അത് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ PM ശ്രീ എന്നത് നടപ്പാക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം ഭരണത്തിലേക്ക് വന്നിരുന്ന സമയത്ത് മാറ്റി ഒരു U-ടേൺ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. UDF U എന്നത് U-ടേൺ എന്നല്ല എന്ന് അവരെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. IUML ഉണ്ട് ഒരു U. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് തെറ്റായിട്ടുള്ള വിവരങ്ങളെല്ലാം ആൾക്കാരോട് പറയുന്നത്? ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ റോണി കെ ബേബി പറഞ്ഞിരുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട NEP-യുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവാസ്തവമാണ്. എന്തിനാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അങ്ങനെ ആൾക്കാരോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉദാഹരണത്തിന് ഈ NEP-യുടെ ഭാഗമായിട്ട് വരുന്ന ത്രിഭാഷാ പഠനം മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളെ തകർക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. NEP നടപ്പാക്കി കഴിഞ്ഞാൽ മലയാളം പഠിക്കേണ്ടി വരില്ല, മലയാളം അതുകൊണ്ട് തകർന്നു പോകും എന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? അപ്പോൾ ഈ 3 ഭാഷ ഏതായിരിക്കും? ഏതൊക്കെ 3 ഭാഷയെ പഠിപ്പിക്കാൻ പോകുന്നത്? 1-ാം ഭാഷ ഹിന്ദി, 2-ാം ഭാഷ ഹിന്ദി, 3-ാം ഭാഷ ഹിന്ദി, അങ്ങനെയാണോ? അങ്ങനെയല്ല. അതിൽ ഇംഗ്ലീഷ് എന്തായിട്ട് വരും? നിങ്ങളുടെ മാതൃഭാഷ വരും. നിങ്ങൾക്ക് 3-മതൊരു ഭാഷ കൂടി ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. അത് സാധാരണഗതിയിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം ഹിന്ദി ആയതുകൊണ്ടാണ് ഹിന്ദിയെ എതിർക്കുന്ന ആൾക്കാർ NEP വഴിയാണെങ്കിലും ത്രിഭാഷാ പദ്ധതി വഴിയാണെങ്കിലും ഹിന്ദിയെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അത് സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനമാണ്. അതാത് സർക്കാരുകൾക്ക്, അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു ഭാഷയും കൊല്ലുകയോ ഒരു ഭാഷയും നശിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു അജണ്ടയേ അല്ല. 1. 2, അദ്ദേഹം പറഞ്ഞു ഇതിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കരിക്കുലമാണ് എന്ന് പറഞ്ഞു. കരിക്കുലം ഇവിടെ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? താങ്കൾ NEP വായിച്ചിട്ടില്ലേ? NEP 2020 എന്താണ് കരിക്കുലവുമായി, സിലബസ് തീരുമാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ആർക്കാണ് അതിൻ്റെ അധികാരം? സംസ്ഥാനങ്ങൾക്കാണ്. അല്ലാതെ കേന്ദ്ര സർക്കാർ പറയുന്ന കാവ്യവൽക്കരണം പുരണ്ടിരിക്കുന്ന ഒരു സിലബസ് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചോളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബൈൻഡിങ് കണ്ടീഷനും അതിലില്ല. സംസ്ഥാനങ്ങൾക്ക് സിലബസ് തീരുമാനിക്കാം. കരിക്കുലം തീരുമാനിക്കുന്ന സംസ്ഥാനമാണ്. പെഡഗോജിക്കലായിട്ടുള്ള തിയറികളെക്കുറിച്ച്, പുതിയ പഠന സങ്കേതങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയാണ് അതിൽ ലാർജ്ലി വിഭാവനം ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് പാഠ്യപദ്ധതി ഉണ്ടാകേണ്ടത്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പഠനം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, ഇവാലുവേഷൻ ഏത് രീതിയിലേക്കാണ് വരേണ്ടത്, അങ്ങനെയുള്ള ഒരു ഹയർ ലെവലിലാണ് നിൽക്കുന്നത്. അതല്ലാതെ ഗ്രാനുലാർ ലെവലിലേക്ക് വന്നതിന് ശേഷം എന്ത് പാഠഭാഗങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നതിൽ അതിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിലത്തേക്ക് അത് പൂർണ്ണമായിട്ടും സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ശ്രീ പണിക്കർ, മുഖ്യമന്ത്രി പറഞ്ഞ 2 കാര്യങ്ങളും ഇവിടെ റോണി കെ ബേബി MLA അത് ആവർത്തിക്കുകയും ഉണ്ടായി. 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, 1, പാഠ്യപദ്ധതി ഏതാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ കേന്ദ്ര ഇടപെടൽ പറ്റുകയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ പറ്റില്ല. ഇത് രണ്ടും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും. ഇപ്പോൾ ഈ MOU വായിച്ചു നോക്കുമ്പോൾ സ്കൂളുകളുടെ സെലക്ഷനിൽ അത് സംസ്ഥാന സർക്കാരാണ് ആ സ്കൂളുകൾ ഏതാണെന്ന് സെലക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടത് സൈറ്റിൽ. അത് കേരളത്തിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു സ്കൂളും അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ആ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പുതിയതായിട്ട് എന്താണുള്ളത്? അപ്പോൾ റോണി കെ ബേബി പറയുമ്പോഴും ഞങ്ങൾ കുറെ കണ്ടീഷൻസ് വെക്കുന്നു, അത് കേന്ദ്രം അംഗീകരിച്ചാൽ നടപ്പാക്കാം. ഇത് പുതിയതല്ലല്ലോ, ഇതിവിടെ അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. മഞ്ജുഷ്, ഇത്
മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമാണ്, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീ റോണി കെ ബേബി ഇവിടെ വന്നിരുന്നത് ആവർത്തിക്കുന്നതും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, PM ശ്രീ ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇതിലേക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത്, അതിന് ആർക്കാണ് അതിൻ്റെ അവകാശം എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ അതിൽ പറയുന്നത്? സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണോ അത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ ധാരണാപത്രം ഒപ്പിടുക. ആരാണ് ഒപ്പിടുക? കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ അതോറിറ്റി ആയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പും. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഈ സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുക. ആരാണ് പട്ടിക തയ്യാറാക്കേണ്ടത്? അതാത് സംസ്ഥാനമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്? അതിനുള്ള അവകാശം ഞങ്ങൾക്ക് വേണമെന്ന്. അത് ഓൾറെഡി നിങ്ങൾക്കാണല്ലോ തന്നിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാർ ഏതൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഏതൊക്കെ സ്കൂളുകളെയാണോ അതിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, എന്നിട്ട് ഈ സ്കൂളുകളോട് സ്വയം ഈ പോർട്ടലിൽ പോയി അപേക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടീം അതാത് സ്കൂളുകളിൽ പോയി ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു. ആ ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം അവരതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഫൈനലി സർക്കാർ ഏതൊക്കെ സ്കൂളുകൾക്കാണ് ഇത് താല്പര്യപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ പട്ടിക, ഒരു റെക്കമെൻഡേഷൻ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു. ആ കൊടുക്കുന്ന കാര്യത്തിനെ അതേപടി അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഈ അവകാശം ഇങ്ങ് തരണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടും എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നിങ്ങൾക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യും? നാളെ ഇത് ഇപ്പോൾ ഇവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇതിനകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയും. എന്നിട്ട് നാളെ ഇത് അംഗീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിന് ഇവർ ഭയപ്പെടുന്ന ഈ സിലബസുമായി ബന്ധപ്പെട്ട കരിക്കുലത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക്. PM ശ്രീ പദ്ധതിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ ഭാഗത്ത് ഓരോ ഏരിയയിലുള്ള 2 സ്കൂളുകൾ ഏതൊക്കെയായിരിക്കണം എന്നുള്ള തീരുമാനം, അതിന്റെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിന്റെ താല്പര്യം. ഇതിൽ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലില്ല. എന്നിരിക്കെ PM ശ്രീ പദ്ധതിയെ നിങ്ങൾ എന്തിനാണ് പിന്നീട് എതിർക്കുന്നത്? നിങ്ങൾക്കിതിനെ നടപ്പാക്കണമെന്നുണ്ട്. കാരണം ഇതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് SSIയുടെ ഫണ്ട് കൊടുക്കുന്നതുമായി അലൈൻഡ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് NEPയും സമഗ്ര ശിക്ഷ അഭിയാനും ഈ പറഞ്ഞിരിക്കുന്ന PM ശ്രീയും തമ്മിൽ ലിങ്ക്ഡ് ആണ്. ഇതിന് ഓരോന്നിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അപ്പൊ ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ PM ശ്രീയിൽ പദ്ധതി നടപ്പാക്കുക എന്ന് പറയുന്നതിന്റെ ഒരു മാൻഡേറ്ററി പ്രീ റിക്വസിറ്റ് ആയിട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിലടക്കം പറഞ്ഞിട്ടുണ്ട്. അതിനെ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയല്ലോ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമായിട്ട് ഒരു കാവ്യവൽക്കരണം എന്ന രീതിയിലെത്തേക്കല്ലോ, ഇതൊരു കേന്ദ്ര പദ്ധതിയല്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അത് നടപ്പാക്കിയിരിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അത് നടപ്പാക്കിയത്? ഭരണം മാറുന്നതിന് മുമ്പ് തന്നെ അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിലിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ 635 സ്കൂളുകളിലോ മറ്റോ നടപ്പാക്കിയിട്ടുണ്ട്. 400-ലധികം സ്കൂളുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ PM ശ്രീ നടപ്പാക്കി. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് മാത്രമായിട്ട് എന്താ കണ്ടീഷൻ? ഒരു കാര്യം മതിയല്ലോ. ഇപ്പൊ എല്ലാ കാര്യത്തിനും രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും ഒക്കെ നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരാണല്ലോ. ഒരു ഫോൺ കോളിൽ റീച്ച് ചെയ്യാമല്ലോ. അവിടെ വിളിച്ചതിന് ശേഷം അവരോട് ചോദിച്ചാൽ പോരെ, ഈ സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കാണോ മറ്റവർ പറയുന്നതാണോ ചെയ്യുന്നതെന്നുള്ളത് അവിടെ ചോദിച്ചാൽ മതിയല്ലോ. കാരണം തെലങ്കാനയിലും കർണാടകയിലും എല്ലാം ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സ്കൂളുകളെല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്ന അതാത് സർക്കാരുകളാണല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, ഈ പദ്ധതിയെ പറ്റി തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ്ങിനെ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുകളിൽ പൊളിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുക. സത്യത്തിൽ നടക്കുന്നത് കാവ്യവൽക്കരണമല്ല. സത്യത്തിൽ ഇവിടെ നടക്കുന്നത്, ആദ്യം നടന്നിരുന്നത് ചുവപ്പുവൽക്കരണവും ഇപ്പൊ നടക്കുന്നത് എന്താ? നീലവൽക്കരണം അല്ലെങ്കിൽ വെള്ളവൽക്കരണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് വൽക്കരണമാണ് നടക്കുന്നത്. പിള്ളേരെന്ത് പിഴച്ചു, ഇവിടുത്തെ സ്ഥാപനങ്ങൾ എന്ത് പിഴച്ചു? മാതൃകാ വിദ്യാലയങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ ഒരു ഏരിയയിൽ 2 സ്കൂളുകളെ തിരഞ്ഞെടുക്കുക, അതിന് 5 വർഷത്തേക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞ് അവരുടെ എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാർ, കേന്ദ്ര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറുകളും കൊടുക്കുന്നു. അങ്ങനെ മാതൃകാ വിദ്യാലയങ്ങളായി മാറ്റിയതിനു ശേഷം 5 വർഷം കഴിഞ്ഞിട്ട് റണ്ണിങ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഓവർഹെഡ് എല്ലാം മാറ്റിയിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് തരികയാണ്. ഈ പദ്ധതി താങ്കളും ഈ ധാരണാപത്രം വായിച്ചു നോക്കിയിട്ടുള്ളതാണല്ലോ. അന്ന് ധാരണാപത്രം രഹസ്യമായിട്ടാണെങ്കിലും ഒപ്പിട്ടത് എങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ CPIയുടെ എതിർപ്പ് കാരണം CPMന് വഴങ്ങേണ്ടി വരികയാണ് ഉണ്ടായത്. ശ്രീ റോണി കെ ബേബി, ഇവിടെ ഉള്ള വ്യവസ്ഥകൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, മര്യാദയ്ക്ക് അത് ചെയ്തു തന്നോണം, എന്നാൽ മാത്രമേ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കും അല്ല, അതും തുറന്നു പറയുന്നില്ല. നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കാവ്യവൽക്കരണം നേരത്തെ പറഞ്ഞ് വിഴുങ്ങേണ്ടി വരും. ആ ഒരു കാരണവും ഉണ്ടല്ലോ. ഈ ശ്രീത്ത് പറഞ്ഞ ഈ വിമർശനങ്ങളുണ്ടല്ലോ, അതിനുള്ള മറുപടി.
ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. 1946 മുതൽ അന്ന് സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായി. 60-ൽ കോത്താരി കമ്മീഷൻ ഉണ്ടായി. 87-ൽ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.